സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് സാലറി വരുന്ന ജോബുകളാണ് നമ്മൾ ഈ SSCയുടെ ഡിഗ്രി ലെവൽ CGL വരുന്നത്. കേരളത്തിൽ നിന്ന് 300 കുട്ടികളാണ് ടോട്ടൽ SSCയുടെ ഡിഗ്രി ലെവൽ CGL എക്സാം ക്ലിയർ ചെയ്തത്. അതിൽ 85ഓളം കുട്ടികൾ നമ്മുടെ SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളതാണെന്നുള്ളത് വളരെയധികം അഭിമാനകരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ SSCയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഏകദേശം 15,000ഓളം വാക്കൻസികൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ എക്സാം വിളിക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാം, +2 ലെവൽ, 10th ലെവൽ 3 കാറ്റഗറിയിൽ എക്സാം വരുന്നുണ്ട്. ഏജാണ് പല ആളുകൾക്കും അറിയാത്തത്. SSCയുടെ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ വേണ്ടി ഒരാൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അയാൾക്ക് 30 വയസ്സ് വരെ, അതായത് 18 മുതൽ 30 വയസ്സ് വരേക്കും അയാൾക്ക് ഏജ്. അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു എക്സാമാണ് 10th ലെവൽ എക്സാമാണ് MTS എന്ന് പറയും, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. കൃത്യമായിട്ടൊരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു പഠിക്കുന്ന സമയത്ത് അവർ ആ സ്റ്റാർട്ടിങ് മുതൽ അവർ എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യണം, എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി അവർക്ക് ഇത് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കേരളത്തിലെ നമ്പർ 1 കോച്ചിങ് സെൻ്റർ ആയിട്ടുള്ള SSC മലയാളി എന്ന സ്ഥാപനത്തിൻ്റെ co-ഫൗണ്ടറും ഡയറക്ടറും ആയിട്ടുള്ള നിഷ സാറാണ്. നമ്മൾ SSC എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ അതിനേക്കാൾ കൂടുതൽ PSC, UPSC പോലുള്ള എക്സാമിനെ കുറിച്ച്, JEE എക്സാമിനെ കുറിച്ചൊക്കെ വളരെയധികം ധാരണകൾ ഉണ്ടായിരിക്കും. പക്ഷേ SSC എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച്, എക്സാമിനെ കുറിച്ച് നമ്മൾ ആരും പൊതുവെ അത്ര കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമുക്ക് നിഷ സാർ എന്ന് തന്നെ കേട്ടറിയാം. എന്താണ് സാർ ശരിക്കും SSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ബിഗ്ഗസ്റ്റ് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. സിംപ്ലി ഒരു കമ്പനിയുടെ HR സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ മിനിസ്ട്രികളിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SSC ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 10th ക്വാളിഫിക്കേഷൻ, +2 ക്വാളിഫിക്കേഷൻ, ഡിഗ്രി, ഈ 3 ക്വാളിഫിക്കേഷനുള്ള ആർക്കും ഈ SSC എക്സാം എഴുതാവുന്നതാണ്. അതുവഴി കസ്റ്റംസ് ഓഫീസർ, ഇൻകം ടാക്സ് ഓഫീസർ, CBI ഓഫീസർ, അതുപോലെ ഓഡിറ്റ് ഓഫീസർ, അതുപോലെ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അങ്ങനെ തുടങ്ങി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് എഴുതേണ്ട എക്സാമാണ് SSC എന്ന് പറയുന്നത്. എല്ലാ വർഷവും കൃത്യമായിട്ട് 15,000ഓളം വാക്കൻസികളുമായിട്ട് SSC എക്സാം കണ്ടക്ട് ചെയ്യും. അതുവഴി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഈ ഒരു ജോലിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതുവഴി ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, ഇപ്പം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഫൈനാൻസ്, അക്കൗണ്ടിങ്, ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, അതുപോലെ യൂണിഫോം പോസ്റ്റുകളിലേക്ക് ഒക്കെ SSC എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മെയിനായിട്ട് SSC ഒരു വർഷം 5-6ഓളം എക്സാമുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനിലെ CGL എക്സാം ഉണ്ട്, +2യുടെ CHSL ഉണ്ട്, 10ാം ക്ലാസ് MTS എക്സാം ഉണ്ട്, അതുപോലെ യൂണിഫോം പോസ്റ്റ് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് GD എക്സാം ഉണ്ട്. അതുപോലെ ഇതിൻ്റെ കോൺസ്റ്റബിൾ ആണ് GD എന്ന് പറയുന്നത്. അതിന് ഇൻസ്പെക്ടർ പോസ്റ്റാണ് നമ്മുടെ CPO എക്സാം എന്ന് പറയുന്നത്. പിന്നെ സെലക്ഷൻ പോസ്റ്റ്. ഇത്തരത്തിലുള്ള ഒരു 5-6ഓളം എക്സാമുകളാണ് ഒരു വർഷം SSC കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാരലലി അവർക്ക് റെയിൽവേയുടെ എക്സാമുകളും അതുപോലെ തന്നെ IB, ഇന്റലിജൻസ് ബ്യൂറോയുടെ എക്സാമുകളും അവർക്ക് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനൊരു എക്സാമിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു വിദ്യാർത്ഥികൾക്ക് വരുന്ന ഒരു ധാരണ പറഞ്ഞത് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ഒരു കൾച്ചറുള്ള ഒരു സ്ഥലത്താണ് ഇതിൻ്റെ ഒരു പോസ്റ്റിംഗ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവരും ഇവിടെ പഠിക്കുന്നു, ഇവിടെ ജനിക്കുന്നു, ഇവിടെ പഠിക്കുന്നു, ഇവിടെ വളരുന്നു, ഇവിടെ തന്നെ ജോലി വാങ്ങിക്കുന്നു, ഇവിടുത്തെ രക്ഷിതാക്കൾക്കൊപ്പം നിൽക്കുക ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ SSC RRB എക്സാമിലൂടെ കേരളത്തിലും ഇതിൻ്റെ പോസ്റ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ കുട്ടികളെ സംബന്ധിച്ച് അവയർനെസ് ഇല്ലാത്തൊരു സാഹചര്യം നമുക്കറിയാം. അപ്പോൾ ആദ്യം സാറ് ഇതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് പോസ്റ്റിങ്ങിനെ കുറിച്ച്, ഇത്തരം എക്സാമിലൂടെ എന്തൊക്കെ തരത്തിലുള്ള പോസ്റ്റിങ്ങിലേക്കാണ് ഇവർക്ക് നിയമിതരാവുക എന്നുള്ളതും, അതുപോലെ എവിടൊക്കെയായിരിക്കും ഇതിൻ്റെ പോസ്റ്റിങ്? തീർച്ചയായിട്ടും മെയിനായിട്ട് നമ്മൾ SSC എക്സാമിനെ കൺസിഡർ ചെയ്യുമ്പോൾ SSCയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഡിഗ്രി ലെവൽ എക്സാമിനാണ് അധികം കുട്ടികളും പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ എണ്ണം കൂടുതലുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനായിരിക്കും. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാം, +2 ലെവൽ, 10th ലെവൽ 3 കാറ്റഗറിയിൽ എക്സാം വരുന്നുണ്ട്. നമുക്കറിയാം പല എക്സാമുകളും ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അത് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 years 4 years ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുക. പക്ഷേ SSCയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഏകദേശം 15,000ഓളം വാക്കൻസികൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ എക്സാം വിളിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് SSC ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കുള്ള CGL എന്ന് പറയും, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. അതായത് ഈ ഒരു SSC എക്സാം ഡിഗ്രി ഏത് ഡിഗ്രിയിലുള്ള ആളുകൾക്കും, അതായത് ഇതിൻ്റെ അവർ പറയുന്നത് എനി ഡിഗ്രി വിത്ത് മിനിമം പാസ് മാർക്ക് എന്നാണ്. അതായത് ഏത് ഡിഗ്രി എടുത്ത ആളുകൾക്കും SSC എക്സാം എഴുതാൻ അവർ ക്വാളിഫൈഡ് ആണ്. SSC എക്സാമിൻ്റെ ഡിഗ്രി ലെവൽ CGL വഴിയാണ് നമ്മൾ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നമ്മൾ കേൾക്കുന്നത് CBI, അതുപോലെ ഇൻകം ടാക്സ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ, അതുപോലെ നമ്മൾ എപ്പോഴും പത്രത്തിൽ കേൾക്കുന്നതാണ് ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്ഷണൽ ഓഫീസർ, അതേപോലെ MEA, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലേക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഓഡിറ്റിംഗ് ഓഫീസർ, അതേപോലെ AAO, അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിലേക്ക് വളരെ
പവർഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് സാലറി വരുന്ന ജോബുകളാണ് നമ്മൾ ഈ SSCയുടെ ഡിഗ്രി ലെവൽ CGL വരുന്നത്. അപ്പോൾ ആ ഒരു CGL എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ അതിന് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനൊരു വിദ്യാർത്ഥി തയ്യാറാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ SSC എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ SSC ഡിഗ്രി ലെവൽ കഴിഞ്ഞ അടുത്ത് വരുന്നത് CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. CHSL എന്ന് പറയുമ്പോൾ +2 ഏത് സ്ട്രീം ആയാലും, ഇപ്പം സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഏത് സ്ട്രീം എടുത്ത ആളുകൾക്കും ഈ ഒരു CHSL +2 ലെവൽ എക്സാം അവർക്ക് എഴുതാൻ സാധിക്കും. അതുവഴി അവർക്ക് ഒരുപാട് പോസ്റ്റുകളുണ്ട്. നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം 50,000 to 60,000 സാലറി വരുന്ന ഒരുപാട് ജോലികളാണ് നമ്മുടെ ഈ +2 ലെവലിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു എക്സാമാണ് 10th ലെവൽ എക്സാമാണ് MTS എന്ന് പറയും, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. MTS എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC പോലുള്ള പോസ്റ്റുകൾക്ക് സിമിലർ ആയിട്ടുള്ള പോസ്റ്റുകളാണ് നമ്മൾ SSC വഴി ഈ 10th ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് അവർ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെയുള്ള മറ്റൊരു എക്സാമാണ് നമുക്ക് ചില ആളുകൾക്ക് യൂണിഫോം പോസ്റ്റിനോട് താല്പര്യമുണ്ടാകും. ഈ യൂണിഫോം പോസ്റ്റിനോട് താല്പര്യമുള്ള ആളുകൾക്ക് 2 എക്സാം SSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് അവരുടെ GD ജനറൽ ഡ്യൂട്ടി, അതായത് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കൊക്കെ വരുന്നത്. അതായത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ എയർപോർട്ടുകളിലൊക്കെ നമ്മൾ ഇപ്പോൾ കാണാറുണ്ട് CISF, അതുപോലെ പിന്നെ ഇൻഡോ തായ് സെക്യൂരിറ്റി ഫോഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് നമ്മൾ GD എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് GD. അതുപോലെ തന്നെ മറ്റൊരു എക്സാമാണ് CPO. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ CSF, BSF, CRPF എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും പാരാമിലിറ്ററി ഫോഴ്സ് അത്തരത്തിലുള്ള ഇതിലേക്ക് നമുക്ക് ഒരു SI ആയിട്ട് നമുക്ക് ജോലി നിയമനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ CPO എക്സാമാണ് എഴുതേണ്ടത്. പിന്നെ അതിൽ മെയിനായിട്ടുള്ള ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു ഏജാണ് പല ആളുകൾക്കും അറിയാത്തത്. SSCയുടെ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ വേണ്ടി ഒരാൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അയാൾക്ക് 30 വയസ്സ് വരെ, അതായത് 18 മുതൽ 30 വയസ്സ് വരേക്കും അയാൾക്ക് ഏജ് കിട്ടും. ആ ഒരു റേഞ്ചിലാണ് അയാളെങ്കിൽ ഏജ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ലെവൽ CGL എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ +2 ലെവൽ എക്സാം ആണെങ്കിൽ CHSL എക്സാം ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെയാണ് നമുക്ക് ജനറൽ കാറ്റഗറി ആളുകൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഒരു ഏജ് റിലാക്സേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പല റിസർവ് കാറ്റഗറീസ് ഉണ്ട്, OBC, ജനറൽ കാറ്റഗറി, അതുപോലെ SC ST ഒക്കെ വരുന്ന സമയത്ത് ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സ് വരെയാണ് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പറ്റുന്നത്. +2 ആണെങ്കിൽ 27 വയസ്സ് വരെ. അതിൽ നിന്ന് 3 ഇയർ ഏജ് റിലാക്സേഷൻ ആയിരിക്കും OBC കാറ്റഗറി ആളുകൾക്ക് വരുന്നത്. അതുപോലെ SC ST കാറ്റഗറി ആണെങ്കിൽ നമുക്കൊരു 5 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ നമുക്കിതിൽ അവൈലബിൾ ആയിരിക്കും. ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ആൻസർ ആയിരുന്നു. കാരണം ആക്ച്വലി ഇത് ഓരോ എക്സാമിൻ്റെ പേരുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ടും കൂടി ഞാൻ എങ്ങനെ ഇത് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതും കൂടി ഇതിനകത്ത് നമുക്ക് ആ ഉത്തരം കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊതുവേ ഈ CBI കസ്റ്റംസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇത് സിനിമകളിലും പരസ്യങ്ങളിലൊക്കെ ഇത് യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങളെ കാണുന്നതല്ലാതെ അതിലേക്ക് എത്തണം, അങ്ങനെ ഒരു ജോലി ചെയ്യണം എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കാറുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, ആ ഒരു പോസ്റ്റിലേക്ക് ഞാൻ എങ്ങനെയാണ് തൊഴിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അറിയില്ല, എങ്ങനെ അതിലേക്ക് എത്തുന്നുള്ളൂ. അതിന് വലിയൊരു ഉത്തരമാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അതുപോലെ ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല, 5-6 വർഷങ്ങളായിട്ടുണ്ടെങ്കിലും വലിയൊരു ചരിത്രങ്ങൾ പറയാനുള്ളൊരു സ്ഥാപനമാണ് SSC മലയാളി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിൻ്റെ ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്കും അതിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്കും എന്താണ് ഇത്തരം എക്സാമിനുകൾ പ്രിപ്പയർഡ് ആവുന്ന ഒരാളോട് ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, ഇങ്ങനെ ഒരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ പോയി പഠിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഇവർ വിജയത്തിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് സാറ്? തീർച്ചയായിട്ടും നമുക്ക് ആക്ച്വലി SSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം കോച്ചിങ് വേണമെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. കാരണം കോച്ചിങ് എടുത്താൽ മാത്രമേ SSC കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ നമുക്കറിയാം ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതായത് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് SSC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേരത്തെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് വർഷം ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൂപ്പിൽ ഉൾപ്പെടുകയും ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഓരോ വർഷം കഴിയും തോറും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. ഇപ്പം ഒരു 5 ഇയേഴ്സ് മുന്നേ ഉള്ള കോമ്പറ്റീഷൻ അല്ല ഈ ഒരു റൈറ്റ് നൗ. അതോടെ 2025 CGL എന്ന് പറയുന്നതും 2020 CGL തമ്മിൽ കട്ട് ഓഫ് ആവട്ടെ, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആവട്ടെ, എല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വളരെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ട് വളരെ സ്മാർട്ട് വർക്ക് ചെയ്ത് പോകാൻ ഇൻഡിവിജ്വലി അവർക്ക് സാധിക്കുമെങ്കിൽ അത് ബെറ്ററാണ്. പക്ഷേ ഈ SSC എക്സാം പഠിക്കാൻ ഈസി ആണെങ്കിലും ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്.
അതിൻ്റെ റീസൺ SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സ്റ്റുഡൻറ്റ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഓടി എത്തുക എന്നുള്ളതാണ്. കാരണം ഒരു 1 year മുന്നേ പ്രിപ്പയർ ചെയ്ത ഒരാളും ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആളും തമ്മിൽ വളരെയധികം ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം, ഒരു കൃത്യമായിട്ടൊരു ബൗണ്ടറി ഇല്ലാത്തൊരു പ്രോബ്ലമാണ് പൊതുവെ കുട്ടികൾ കാണാറുള്ളത്. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അല്ലെങ്കിൽ ഒരു മെൻഡറെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാരണം ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ആദ്യം അതിൻ്റെ സിലബസ് എന്താണെന്ന് അറിയണം, കൃത്യമായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നറിയണം, കൃത്യമായിട്ട് ഈ എക്സാമിന് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊരു വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ അവരെ ഒരു ഡ്രീം ജോബിലേക്ക് എത്താനും തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് നമ്മുടെ SSC മലയാളിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം SSC മലയാളി ഇപ്പം ഏകദേശം 5 വർഷത്തോളമായി ഈ ഒരു രംഗത്ത്. കേരളത്തിലെ വളരെ SSCയെ കുറിച്ച് അവയർനെസ് ഇല്ലാത്ത സമയത്തും കുറച്ച് സുഹൃത്തുക്കൾ കൂടി തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയാണ് SSC മലയാളി. അതുവഴി കേരളത്തിലെ ഒരു വലിയൊരു റെവല്യൂഷൻ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാന വർഷത്തെ SSC ഡിഗ്രി ലെവൽ CGL റിസൾട്ട് വന്നപ്പോൾ നമ്മളത് എല്ലാവരും അറിഞ്ഞതാണ്. കേരളത്തിൽ നിന്ന് 300 കുട്ടികളാണ് ടോട്ടൽ SSC ഡിഗ്രി ലെവൽ CGL എക്സാം ക്ലിയർ ചെയ്തത്. അതിൽ 85ഓളം കുട്ടികൾ നമ്മുടെ SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളതാണെന്നുള്ളത് വളരെയധികം അഭിമാനകരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു റിസൾട്ടിന്. കാരണം തീരെ ഒരു SSCയെ കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഈ ഒരു കേരളത്തിൽ നമുക്ക് ഇത്രയും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് SSC മലയാളി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരുപാട് ആളുകൾ SSC മലയാളിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ നിന്ന് മാക്സിമം കുട്ടികൾ SSC എക്സാം അറിയട്ടെ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യട്ടെ, അതുപോലെ അവരുടെ ഡ്രീം ജോബുകളിലേക്ക് അവർ എത്തട്ടെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഒരു SLC കഴിഞ്ഞ അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഇന്ന ജോലി, ഒരു കരിയർ സെലക്ഷൻ എന്നുള്ളത് നടക്കാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ എങ്കിലും അങ്ങനെയുള്ളൊരു കുട്ടികൾക്ക് കേൾക്കാൻ എന്തായിരിക്കും സാറ് പറയുക? കാരണം അവർ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് ഉള്ളൊരു അവരുടെ ജീവിതത്തെ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വളരെ സേഫായിട്ടുള്ള വലിയൊരു സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥിരമായിട്ടുള്ളൊരു ജോലി, ലൈഫ് സെറ്റ് എന്ന് നമ്മൾ പറയുന്ന രീതിയിലേക്ക് അവർക്ക് ചിന്തിപ്പിക്കാവുന്ന ഒരു മേഖലയിലേക്ക് SSC എന്ന് പറയുന്ന മേഖലയിലേക്ക് അവർ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അവരെങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരം ഫ്യൂച്ചറിനെ കുറിച്ച്? തീർച്ചയായിട്ടും. കാരണം SSC എക്സാമിന് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ UPSC എക്സാമിനൊക്കെ വളരെ ചെറിയ ക്ലാസ്സിൽ നിന്ന് ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാണാം. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകളിൽ കാണാൻ പറ്റും. അവർ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർക്കറിയാം ആഫ്റ്റർ ഡിഗ്രി അവർക്ക് എന്തായാലും ഒരു ലൈഫ് ടൈം സെറ്റിൽഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി വേണം. അല്ലാതെ നമ്മൾ ഒരു ഡിഗ്രി മാത്രം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് PG ഉള്ളത് കൊണ്ടോ നമ്മളൊരു ജോലിയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് UPSCക്കൊക്കെ നമുക്കറിയാം വളരെയധികം നേരത്തെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് പോലെ കുട്ടികൾ അതിന് ഇമ്പോർട്ടൻസ് അറിയുന്നത് കൊണ്ടാണ്, മാത്രമല്ല അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ അറിയുന്നത് കൊണ്ടാണ്. എന്നതുപോലെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവർ കൃത്യമായിട്ട് SSC എക്സാമിനെ കുറിച്ച് അറിയുക. SSC എക്സാമിലുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ്? കാരണം സ്റ്റാർട്ടിങ് തന്നെ ഏകദേശം 1 lakh സാലറി വരുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ നമ്മുടെ നിയർ ബൈ ലൊക്കേഷനിൽ ജോലി കിട്ടാവുന്ന എക്സാമുകളാണ് ഈ SSC എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പത്രത്തിലൊക്കെ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റുകൾ, അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കുട്ടികളെ ഇതിന് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് അവിടെ പാരൻസ് ആവട്ടെ, അവിടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അധികം ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഡിഗ്രി കഴിഞ്ഞ് 1-2 വർഷം എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ചിന്തിക്കുക ഇനി എന്ത് ചെയ്യണം. അപ്പോൾ അപ്പോഴേക്കും അവരുടെ സമയം ഒരുപാട് ലേറ്റായിട്ട് പോയിട്ടുണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും SSC. കാരണം നമുക്ക് ഡിഗ്രിക്ക് വേണ്ട ഹയർ ലെവൽ മാത്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒന്നും ഇവിടെ ആവശ്യമില്ല. SSC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടത് ബേസിക് ആയിട്ടുള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്സ്, അതുപോലെ ഇംഗ്ലീഷ്, അതുപോലെ ലോജിക്കൽ റീസണിങ്ങേ നമുക്കിവിടെ ആവശ്യം വരുന്നുള്ളൂ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് നേരത്തെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക SSC എക്സാമിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള CBI, ഇൻകം ടാക്സ്, ED പോലുള്ള അല്ലെങ്കിൽ ഈ WAO പോലുള്ള പോസ്റ്റുകളിലേക്ക് ഒരു ആൾക്ക് ജോലി നേടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മിനിമം
10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ടോപ്പിക്കുകളുടെ ഫെമിലിയാരിറ്റി മതി. അതെ. അതാണ് ഇതിന് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ഒരു മിനിമം ലെവൽ ഓഫ് നോളേജ് വെച്ചിട്ട് SSCയിൽ കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കൊക്കെ തീർച്ചയായിട്ടും ആർക്കും എത്താവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ഇത്തരത്തിലൊരു ആഗ്രഹം എവിടെയെങ്കിലും ഈ ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്കോ വലിയൊരു പൊസിഷനിൽ വലിയൊരു സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലോ പത്രത്തിലോ കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കാം, ഒരു വേക്കൻസി ആയിരിക്കാം. അങ്ങനെ കാണുന്ന ആ നോട്ടിഫിക്കേഷൻ കാണുന്നത് മുതൽ ആ കാൻഡിഡേറ്റ് ഈ ജോലിയിൽ എൻട്രി ചെയ്യുന്നു അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നു ആ ദിവസം വരെയുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? കാരണം ഈ കുട്ടി നോട്ടിഫിക്കേഷൻ കാണണം, വിളിക്കണം, അതിന് അപേക്ഷിക്കണം, പ്രിപ്പയർ ആവണം, എക്സാം എഴുതണം, അത് കഴിഞ്ഞിട്ട് പോസ്റ്റിങ്ങിനെ അവർ വിളിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും അല്ലേ? അതിനൊരു കാലാവധി ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഒരു ഘടനകൾ? തീർച്ചയായിട്ടും ഒരു SSC എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റ് താല്പര്യം പ്രകടിപ്പിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ആദ്യം തന്നെ ഒരു 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൽ ഗേൾസിനാണെങ്കിൽ നമുക്ക് ഫീ ഒന്നും വരുന്നില്ല, എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫീ വരുന്നില്ല. ബോയ്സിനാണെങ്കിൽ ഓരോ എക്സാമിന് 100 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഒരു വർഷം SSC 6 എക്സാമുകളോളം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡിഗ്രി ലെവൽ CGL, CHSL, CHL+2 ലെവൽ, 10ാം ക്ലാസ്സിന് MTS, പിന്നെ അതുപോലെ യൂണിഫോം പോസ്റ്റുകൾക്ക് വരുന്ന GD, CPO, അതുപോലെ സെലക്ഷൻ പോസ്റ്റ്. ഇത്രയും എക്സാമുകളാണ് ഒരു വർഷം SSC എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, SSC നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യും. SSCയുടെ പ്രത്യേകത ഒരു വർഷത്തേക്കുള്ള കംപ്ലീറ്റ് എക്സാമിൻ്റെയും എക്സാം കലണ്ടർ ആദ്യമേ തന്നെ SSC ഇതിന് ഔട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്കുള്ള കംപ്ലീറ്റ് എക്സാമിനെ കുറിച്ചും ആദ്യമേ നമുക്ക് പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ SSC എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻ ഔട്ടാവുന്ന സമയത്ത് വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളെ പ്രൊഫൈലിൽ കയറുന്നു, നമ്മൾ ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് വൺ, നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് ആ ഒരു കലണ്ടർ അനുസരിച്ച് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും വെബ്സൈറ്റ് വഴി. ഹാൾ ടിക്കറ്റ് എടുക്കുന്നു, നമ്മൾ ആ ഒരു കൃത്യമായിട്ട് ആ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എക്സാം എഴുതുന്നു. അതായത് ഓൺലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ ഈ എക്സാം വരുന്നത്. CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സെൻറ്ററിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ 2 ഘട്ട എക്സാമുകളാണ് വരുന്നത്, Tier 1, Tier 2 എക്സാം. നമ്മൾ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന പോലെ SSC എക്സാം 2 ഘട്ട എക്സാമുകളാണ്. Tier 1 എക്സാം കഴിഞ്ഞ് അതിൽ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് Tier 2 എക്സാം എഴുതാൻ സാധിക്കും. Tier 2 എക്സാം എഴുതിയതിന് ശേഷം അവർക്ക് അവരുടെ ജോബ് പ്രിഫറൻസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതിന് മുന്നേ ഈ Tier 2 കഴിഞ്ഞ ഉടനെ ഈ ഡിഗ്രി ലെവൽ CGL ആണെങ്കിലും CHSL ആണെങ്കിലും അവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. ഒരു മിനിമം വേർഡ്സ് പെർ മിനിറ്റിൽ അവർക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു അവസരം കൂടെ ഉണ്ടാവും. അതുകൂടെ അത് ജസ്റ്റ് ക്വാളിഫൈ മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഒരു ജോബ് പ്രിഫറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ വെബ്സൈറ്റിൽ ഓപ്പൺ ആവുകയും അവർക്ക് വേണ്ട എക്സാമുകൾ വേണ്ട പോസ്റ്റുകൾ, അതായത് CGL ആണെങ്കിൽ നമുക്ക് പല പോസ്റ്റുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പോസ്റ്റുകൾക്കൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സാമുകൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഡിഗ്രി ലെവലിൽ ഒരു CGL എക്സാം എഴുതുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളിലേക്കും ഈ ഒരൊറ്റ എക്സാം മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷമാണ് അവർക്ക് ജോബ് പ്രിഫറൻസ്, നമ്മൾ കോളേജുകളിലൊക്കെ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നത് പോലെ ഇപ്പം അവർക്ക് ആദ്യം CBI ആണ് താല്പര്യമെങ്കിൽ അവർ ഫസ്റ്റ് പ്രിഫറൻസ് CBI കൊടുക്കുന്നു, ദെൻ ഇൻകം ടാക്സ് കൊടുക്കുന്നു, കസ്റ്റംസ് കൊടുക്കുന്നു, NIA കൊടുക്കുന്നു. അങ്ങനെ അവർ ആ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് അവരുടെ പ്രിഫറൻസ് കൊടുക്കുകയും പിന്നെ അവരെ ആ ഒരു ഫൈനൽ ലിസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിസിൽ അവർക്ക് ഏതാണോ സെലക്ട് ആവുന്നത് അതിനനുസരിച്ച് ഫൈനൽ റിസൾട്ട് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയർ വരുന്നത്. ഒരു സ്റ്റുഡൻറ്റ് എഴുതി അവർ ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് ആ ഒരു ജോലി 100% കൺഫേം ആണ്. അവർക്കൊരു വിത്തിൻ ഒരു 4 to 5 മന്തിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആ ജോലിയിൽ പ്രവേശിക്കാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് എക്സാമിലൂടെ ജോലിയിൽ കയറിയ അല്ലെങ്കിൽ പോസ്റ്റിൽ എത്തിയിട്ടുള്ള പല പൊസിഷനിലായിരിക്കും പല തസ്തികയിലായിരിക്കും ഇവർ കയറുക. അങ്ങനെ കയറിയിട്ടുള്ള ഓരോ കാൻഡിഡേറ്റിനും പ്രമോഷൻ സാധ്യത ഉള്ളതാണോ? അവർക്ക് ആ കരിയറിൽ തന്നെ വളർച്ച ഉണ്ടാവും, അവർക്ക് അതേ പൊസിഷനിൽ നിൽക്കാതെ ഉയർന്ന് ടോപ്പിലെത്താനുള്ള സാധ്യത ഈ SSCയിലൂടെ കയറുന്ന ഒരു കാൻഡിഡേറ്റ്? തീർച്ചയായിട്ടും ഗവൺമെൻറ് എക്സാമുകളുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആയിട്ടുള്ള ജോബുകളായിരിക്കും. അതുപോലെ തന്നെയാണ് അവരുടെ പ്രൊമോഷൻസ് ആണെങ്കിലും. കാരണം പ്രൊമോഷൻസ്
നമുക്കറിയാം ഓരോ ജോബിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ സ്റ്റേജുകളായിരിക്കും ഉണ്ടാവുന്നത്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില പോസ്റ്റുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊമോഷൻസ് ലഭിക്കുന്നുണ്ട്. സാലറിയും അതെ, സാലറിയുടെ ഡിഫറൻസ് ഡെഫിനറ്റ്ലി അതിന് സാലറി ഹൈക്ക് ഉണ്ടാവും. ചില പോസ്റ്റുകൾക്ക് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ബേസിൽ നമുക്ക് കുറച്ചധികം സമയമെടുത്ത് പ്രൊമോഷൻ ആവുന്ന ജോബുകളുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ബേസിസിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊമോഷൻസ് ഇവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സാലറി ഹൈക്ക്, അതുപോലെ തന്നെ പെർക്സുകളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ SSC മലയാളി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കോച്ചിങ് സെൻറ്റർ വന്നതിന് ശേഷം കേരളത്തിൽ നിന്നും സെലക്ഷൻ കിട്ടിയിട്ടുള്ളവരിൽ വലിയൊരു ശതമാനം SSC മലയാളിയിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രിപ്പയർഡ് ആയിട്ട് എക്സാം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെന്ന് വാർത്തകളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് പരിചയമുള്ള ആളുകളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം മലയാളത്തിൽ വന്നതിന് നമ്മൾ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു SSCയോടുള്ളൊരു സമീപനത്തിൽ വന്ന ഒരു മാറ്റം, വലിയൊരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല, മാറ്റത്തിൻ്റെ ഒരു തുടക്കത്തിന് SSC മലയാളി ഒരു കാരണമായി. അതിൻ്റെ വളർച്ചയ്ക്ക് ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തെ, ഈ ഒരു മുന്നേറ്റത്തെ സാറ് കാണുന്നത്? ഈ ഒരു തീർച്ചയായിട്ടും ഈ SSC മലയാളി എന്നുള്ള കമ്മ്യൂണിറ്റി 2019 സമയങ്ങളിലാണ് ഫോം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് കുറച്ച് ഫ്രണ്ട്സുകൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതെ, അത് നമ്മുടെ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 6 പേരും ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിലുള്ള സബ്ദ സാർ ആണ് നമ്മുടെ CBI ഇപ്പം CBI ഇൻസ്പെക്ടറാണ്, അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പം സാർ ആ ഒരു ഇനീഷ്യൽ സമയങ്ങളിൽ കേരളത്തിൽ കുട്ടികൾക്ക് SSCയെ കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ലായിരുന്നു. സെക്കൻഡ് വൺ, അവർക്ക് എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളൊരു സോഴ്സ്, എന്തൊക്കെയാണ് പഠിക്കണം, എങ്ങനെയാണ് ഈ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ ഇല്ലാത്തൊരു സമയത്ത് നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ അതിലേക്ക് കുട്ടികൾ പബ്ലിസിറ്റി, അതെ തീർച്ചയായിട്ടും ആ ഒരു സമയത്തൊക്കെ സോഴ്സുകളും കാര്യങ്ങളില്ല, അവർക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് ഇല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് അവർക്ക് SSCയെ കുറിച്ചുള്ള ബെസ്റ്റ് സൊല്യൂഷൻ, കാരണം ഓരോ പ്രോബ്ലംസിനെയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഈ SSCയുടെ മെയിൻ അഡ്വാൻറ്റേജ് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഐഡിയ ഉപയോഗിച്ച് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൂടാ എന്നുള്ള ആശയത്തിൻ്റെ ബേസിലാണ് നമ്മൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ SSC മലയാളി എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. അത് പിന്നീട് അതിൽ കുട്ടികൾ അത് ഏറ്റെടുക്കുകയും അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ SSC മലയാളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് എന്നുള്ള ഒരു ടോക്ക് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുകയും കേരളത്തിൽ നിന്ന് ഇപ്പോൾ സീരിയസ് ആയി പഠിക്കുന്ന 99% കുട്ടികളും ഈ SSC മലയാളി കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും ഒരു മെമ്പറായിരിക്കും. ഒന്നെങ്കിൽ SSC മലയാളി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം. അതുവഴി നമ്മൾ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ SSCയുമായി ബന്ധപ്പെട്ട ഏതൊരു അപ്ഡേറ്റുകളും, ഇപ്പോൾ SSC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ആവട്ടെ, അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മളെ കുട്ടികളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോങ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലാവും SSC മലയാളി പേജ് ഉണ്ട്. അതുപോലെ തന്നെ SSC മലയാളിക്ക് ഏകദേശം 95,000 സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ക്രോസ് ചെയ്തു. അപ്പം ഈ ഒരു SSC RRBക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കുട്ടികൾക്കിടെ വിജയവും അതുപോലെ തന്നെ നമ്മുടെ SSC മലയാളി വിജയമാണ്. അപ്പോൾ അതുവഴി അവർക്ക് കൃത്യമായിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ, അതുപോലെ ഓരോ എക്സാമിന് പോകുന്നതിന് മുന്നുള്ള മോട്ടിവേഷൻ, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മൾ പ്ലാറ്റ്ഫോം വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലും ഒരുപാട് 20,000-ഓളം മെമ്പേഴ്സ് ഡെയിലി അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടെ നമുക്കുണ്ട്. ഇപ്പോൾ ഈ 3 പ്ലാറ്റ്ഫോമുകളിലും വളരെ എനർജറ്റിക് ആയിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടും കുട്ടികളെ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്.